ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം എല്ലാവരും സുഖസുന്ദരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ നേരം ഒളിപ്പിച്ച് ഈ നേരത്തെ എഴുന്നേറ്റ് നേരം വെളുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സുമല്ലാതെ വിഷമിച്ച് പോവും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുത്തിയിരുന്ന് എണ്ണി പറക്കുന്നതാണ്. ചിലപ്പോൾ ഇത് കാണാനായിട്ട് ആരും ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ കുറേ പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ റീൽസിൽ കുറേ പേരെ ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വല്ല പട്ടീനെ പൂച്ചേനെ വല്ല ചെടികളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ. ഇപ്പോൾ മെയിനായിട്ട് പറയണേ എൻ്റെ കുട്ടികൾ എൻ്റെ ബ്രദേഴ്സിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവർ സ്കൂളിൽ പോലും ഒരു പരിപാടിയിലും പങ്കെടുക്കാത്ത ആൾക്കാരാണ്, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരെ ഞാൻ നിർബന്ധിപ്പിച്ച് റീൽസ് ചെയ്യിപ്പിച്ച് തുടങ്ങിയതാണ്. ഇപ്പോഴാണ് എൻ്റെ കൂടെ റീൽസ് ചെയ്യുന്നതിൻ്റെ ഒരു ധൈര്യത്തിൽ അവരവരെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയിൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് അവർ തന്നെയായിട്ട് പോയിട്ട് പേര് കൊടുത്ത് പങ്കെടുക്കാൻ തുടങ്ങിയത്. അതുവരെ അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് കഴിവുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാണ്ട് അവർ ഒഴിഞ്ഞു മാറി അവരുടെ കഴിവിന് എന്താണെന്ന് പോലും അന്വേഷിക്കേണ്ടവർ നടക്കുന്നു തുറന്ന കുട്ടികളാണ്. അപ്പോൾ അതുപോലെ ഞാൻ കാണുന്ന എൻ്റെ കണ്ണിന് നല്ലതാണ്, അല്ലെങ്കിൽ എനിക്ക് കേൾക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് അറിയിക്കണം എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഞാനിതിൽ ഓൺ വോയിസ് ആയിട്ടും റീൽസായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ റീൽസ് തുടങ്ങിയ സമയത്ത് എന്നെ എല്ലാവരും കളിയാക്കും. ഇവളെന്തുട്ടി കാണിക്കണേ, ഇവൾക്ക് വല്ല തലയ്ക്ക് പ്രാന്തമുണ്ടോ, നാണാവില്ല ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാനായിട്ട്, വേറൊരു പണിയില്ല, എന്തുട്ടാ ചെയ്യാല്ലേ വട്ടായാലേ. ഇങ്ങനെയൊക്കെ കുറേ ബാഡ് കമൻസുകൾ എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർ, എന്താ പറയുക, റീൽസിൽ എനിക്ക് കിട്ടിയിട്ടില്ല ബാഡ് കമൻസ് ഒന്നും. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെ ചുറ്റിലുള്ള എല്ലാവരും, സ്വന്തം വീട്ടിൽ നിന്ന് പോലും എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ഒരു 5-8 കൊല്ലമൊക്കെ ആയിണ്ടാവും ഞാൻ ഈ റീൽസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറേ പേര് ഇതിനിടയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ടുണ്ട്. അവർക്ക് ആർക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് എനിക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സന്തോഷം തോന്നുന്ന കാര്യമാണ്. ഞാനും കുറച്ച് സന്തോഷിച്ചു. എല്ലാവരും വിളിച്ചറിയിച്ചു, കാണുന്നവരോടൊക്കെ പറഞ്ഞു, ഇത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി, ഇനി 4000 വാച്ച് അവർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എനിക്ക് കാശ് കിട്ടി തുടങ്ങും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം പറയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനൊരു ഫലം കാണാൻ പോവുകയാണല്ലോ എന്നൊരു ഓട്ടോമാറ്റിക് നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്നൊരു സന്തോഷം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിപ്പിച്ച് വീഡിയോ പിടിപ്പിച്ച ഒരു വ്യക്തി അടുത്ത കാലത്ത്, ആ വ്യക്തി എന്നോട് ചോദിക്കുക, എടിയേ ഞാനിപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് റീൽസ് ചെയ്ത് തന്നപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടാവും, അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് അല്ലേ അതൊക്കെ, അപ്പോൾ അതിൻ്റെ കാശ് കിട്ടണത് നിനക്കല്ലേ. ഞാൻ ചോദിച്ചു, ചേച്ചി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി കയറുന്നുണ്ട്, അത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ കയറുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു 600 പേര് കാണുകയാണെങ്കിൽ അതിൽ 10 പേരോ അല്ലെങ്കിൽ 5 പേരാണ് എനിക്ക് ലൈക്ക് തരുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയ്ക്കധികം വീഡിയോസുകൾ ചെയ്തിട്ടും എനിക്ക് ലൈക്കോ കമൻസോ അല്ലെങ്കിൽ എനിക്ക് വാച്ച് അവറോ ഇല്ല. ഇനിയും എത്ര നാൾ കഴിഞ്ഞാലാണ് എനിക്കത് കിട്ടാന്നുള്ള പോലും എനിക്കൊരു പിടുത്തമില്ല. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 2000 മേലേക്ക് ആയിട്ടുണ്ട്. അതൊരു സന്തോഷം, അത് ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ മനസ്സാകെ മാറിയെടുക്കുക. ഞാൻ ചെയ്ത് വലിയ തെറ്റായിപ്പോയോ, ഇനിയിപ്പം ഞാൻ വല്ല എൻ്റെ കഴിവുകൾ പുറത്തെടുത്തിട്ട് ആ കഴിവ് അവൾക്കാണ് ഉപകരിച്ചത്, അവൾക്ക് കാശ് കിട്ടൂ, അങ്ങനെയൊക്കെ കുറേ വിഷമതകൾ ആളുടെ വർത്തമാനത്തിൽ നിന്ന് കേട്ടു. എനിക്കത് വല്ലാണ്ട് വിഷമമായി. അപ്പം ഞാൻ ഈ 8 വർഷം 7 വർഷം അല്ലെങ്കിൽ ഒരു 9 വർഷമൊക്കെ ആയിട്ട് രാത്രിയിലെ പകലില്ലാണ്ട് 1-ന് 4-5 റീൽസൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് എനിക്ക് അതിലൊരു വാല്യൂ ഇല്ല. ഈ വ്യക്തി ചെയ്തൊരു റീൽസിനാണ്
വാല്യൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്കത് വല്ലാതെ വിഷമായി. എന്നാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങാനൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. ഈ നേരം വരെയായിട്ട് ഉറക്കം വന്നില്ല. 4:30 ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാലും ഈ മനുഷ്യരൊക്കെ എന്തിങ്ങനെ നന്ദിയില്ലാത്തവരായി പോണേ. ആ ചേച്ചി അല്ലെങ്കിൽ ആ വ്യക്തി വീട്ടിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്ന് പാടി വീണ്ടിരുന്ന് നടന്നൊരു കാര്യം ഞാൻ നിർബന്ധിപ്പിച്ച് എല്ലാവരും കേൾപ്പിച്ചതാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആ ചേച്ചി പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ വീഡിയോസ് കാരണമായിരിക്കും എനിക്ക് റീച്ച് കിട്ടിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. യൂട്യൂബിൽ 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഈ ചേച്ചിയുടെ വീഡിയോ വരുന്നേക്കാളും മുന്നേ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വെറുതെ കൂടുന്നുണ്ടായിരുന്നു. ഞാനും വെറുതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ആവും എനിക്ക് ഞാൻ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നത്, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരെയും അയൽപ്പക്കത്തുള്ള ആൾക്കാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗുണം നിനക്കല്ല കിട്ടണേ. ഒന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞത് 158-159 വാച്ച് അവർ എനിക്കുള്ളൂ. 4000 വാച്ച് അവർ എത്തണമെങ്കിൽ ചിലപ്പോൾ ഇനിയും 2-3 വർഷം എത്തണം. അതിന് ഞാൻ ഇപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും ചിലപ്പോൾ എനിക്ക് ആ വാച്ച് അവർ കിട്ടിയെന്ന് വരില്ല. എൻ്റെ സങ്കടങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ ആൾക്കതൊരു നിരാശഭാവത്തിൽ ഇപ്പം എന്നെപ്പോലെ തന്നെ ആളും ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി എങ്ങാനും രക്ഷപ്പെട്ടാലോ എന്ന് പേടിച്ചാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ 1000 പേര് റീൽസ് കാണുന്നുണ്ടെങ്കിൽ 5 പേര് 10 പേരാണ് ലൈക്ക് തരുള്ളൂ. അത് ബാക്കിയുള്ളവരൊന്നും ലൈക്ക് തരില്ല. അവർക്ക് ഇഷ്ടമാവാണ്ടാണോ ഇഷ്ടപ്പെട്ടിട്ട് നോക്കാണ്ടാണോ എന്നറിയില്ല. ഇപ്പം എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ ഒരു മെമ്പർ പറയും, ഞാൻ വീഡിയോസ് കാണുള്ളൂ, ലൈക്ക് ചെയ്യില്ല. അതുപോലെ എൻ്റെ ചുറ്റിലും ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ എല്ലാവരും എൻ്റെ റീൽസ് കാണുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നല്ലതും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരാരും തന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു ലൈക്ക് തരാനോ കമൻറ്റ് തരാനോ ഇല്ല. കാരണം അതങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവൾക്ക് റീച്ച് എങ്ങാനും കയറി ഇവളെങ്ങാനും രക്ഷപ്പെട്ടാലോ. എല്ലാവരും മനസ്സിലെ ചിന്ത അതാണ് വരുന്നത്. ഒരാൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അവർ എന്നും ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് നടക്കാനേ പാടുള്ളൂ. അവർക്കൊന്നും ഒരു സന്തോഷമോ ഒരു ജീവിതമോ രക്ഷപ്പെട്ടലോ ഒന്നും പാടില്ല. അപ്പം അവൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതല്ല, അവൾക്കത് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നല്ല മനുഷ്യർ ചിന്തിക്കുക. ഓപ്പോസിറ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് അവൾക്ക് കാശ് കിട്ടൂലേ, എന്നാൽ പിന്നെ അൺഫോളോ ചെയ്യാം എന്ന് ഞാൻ നോക്കിയപ്പോൾ 2-3 പേര് കുറഞ്ഞിട്ടുണ്ട്. എനിക്കതും ഈ വ്യക്തി തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സൊക്കെ ഈ പറഞ്ഞില്ലേ ഫ്രണ്ട്സിനൊക്കെ കയറ്റിയിരുന്നു, അവരൊക്കെ ആയിരിക്കും അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവുക. ഞാനതിനെ ബോധേടല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റീൽസ് തുടങ്ങുന്ന സമയത്ത് ഒരാൾ പോലും എനിക്ക് ലൈക്ക് തന്നോർന്നില്ല. ഞാൻ മാത്രമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതും ഞാൻ തന്നെയാണ് അതിന് കുത്തിരുന്ന്. ചിലപ്പോൾ ഞാൻ തന്നെ ലൈക്ക് ചെയ്യും, ചിലപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യില്ല. അങ്ങനെയാണ് ഞാൻ ഇത്രയും നാളും നടന്നു തുടങ്ങുന്നത്. അതിനിടയിൽ എപ്പോഴേക്കോ എനിക്ക് ഫോളോവേഴ്സ് കയറി, ചില സമയത്ത് ചില വീഡിയോസിനൊക്കെ ലൈക്ക് കിട്ടുമ്പോഴൊക്കെ സന്തോഷം, കിട്ടുന്നതിന് സന്തോഷം. അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മുടെ ഇത് നിർത്താണ്ട് ബാക്കിയുള്ളവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടെ തന്നെ ഒരു രക്ഷയില്ല. എന്താ പറയുക, പ്രത്യേകിച്ചൊരു ഗുണം ഇതിൽ നിന്ന് കിട്ടാനില്ല. എന്നാൽ പിന്നെ നിർത്തിപ്പോവാന്ന് പറഞ്ഞിട്ട് പോയവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ 8 വർഷം 7 വർഷം 9 വർഷമൊക്കെ ആയിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. ദിവസവും എനിക്ക് വയ്യെങ്കിൽ കൂടി ഞാൻ കിടന്നിട്ടായാലും ഇരുന്നിട്ടായാലും ഒക്കെ റീൽസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെറും വേസ്റ്റാന്നുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ആളുടെ കഴിവുകൊണ്ടാണ് എല്ലാം കിട്ടിയത് എന്ന് ഒരു ഓവർ കോൺഫിഡൻസ് ഉള്ള പോലെ ഒരു ഫീൽ. ഞാൻ ചെയ്തതൊക്കെ വെറും വേസ്റ്റായി പോയി. അപ്പം ഞാൻ ആ വ്യക്തി ചെയ്ത വീഡിയോനെടുത്ത് കളയണോ വേണ്ടേ എന്നൊക്കെയാണ് ഞാൻ ഇപ്പം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ എനിക്കിത് ആരോടെങ്കിലൊക്കെ പറയണ്ടേ. കടയിലെത്തി 9:30-10 മണി ആയാലാണ് എനിക്ക് കടയിൽ പോയിട്ട് ഇവരോടൊക്കെ ഇതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക, അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ വിചാരിച്ചു. ഇതിലിപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. കുറേ പേര് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഇല്ല, ഉറക്കമില്ലാത്ത പറഞ്ഞുകൊണ്ടാണ്, ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതേ കുത്തിയിരുന്ന് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിൻ്റെ ഒരു വിഷമത. കാക്ക തിന്നണത് കോഴിക്ക് കണ്ടുകൂടാ എന്ന് പറയുന്നത് പോലെ ഒരാൾ രക്ഷപ്പെടുന്നത് മറ്റൊരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാനോ അതിൽ സന്തോഷിക്കാനോ മനുഷ്യർ തയ്യാറാവില്ല. ഓ, അവൾ രക്ഷപ്പെടാൻ പോവാണല്ലേ, എന്നാൽ പിന്നെ ഇരിക്കട്ടെ, നമുക്കൊക്കെ പണി വെച്ച് കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. ഇതിന് 2 ദിവസം കൊണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടിയിരുന്നു. ഇനിയിപ്പോൾ അത് കുറയും തോന്നുന്നുണ്ട്. സാരമില്ല, വിഷമമില്ല, എല്ലാം തരണം ചെയ്യണമല്ലോ. ഈ ഒരു വീഡിയോ കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഫോളോവേഴ്സ് കയറിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതുള്ളൂ. എൻ്റെ കഴിവിൽ രക്ഷപ്പെടാൻ പറ്റുന്ന കാലത്ത് രക്ഷപ്പെട്ടാൽ മതി. ഓക്കെ, ഇതാരും വിഷമിപ്പിക്കാനോ ഹേർട്ട് ചെയ്യാനോ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ ഒരു വിഷമം ഞാനത് നിങ്ങളെല്ലാവരും അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിൽ സമാധാനം കിട്ടി. ഒരു 10-15 മിനിറ്റ് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ. ഇനിയും വീണ്ടും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ റീൽസ് ചെയ്യും. എന്നെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ.